കർത്താവേ, സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ആരാധനയും സ്തുതിയും പുകഴ്ചയും എന്നും എന്നേക്കും ആമേൻ. കേരളത്തിലെ എല്ലാ സഹോദരീ സഹോദരന്മാരും ഓണം ആഘോഷിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഓണത്തിൻ്റെ 1000 ആശംസകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നേർന്നുകൊള്ളുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ എല്ലാവർക്കും, അതുപോലെ തന്നെ എല്ലാ സഭാംഗങ്ങൾക്കും, നാനാ ജാതി മതസ്ഥർക്കും, അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിയായ മോദിജിക്കും പിണറായിജിക്കും സകല രാഷ്ട്രീയ നേതാക്കന്മാർക്കും, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനും 1000 ഓണത്തിൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ നന്മകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ നേർന്നുകൊള്ളുകയാണ്. ഓണത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനമായി പറയുന്ന കാര്യമാണ്, ശ്രദ്ധിക്കണം എല്ലാവരും. മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരുമയുടെ സന്ദേശമായിരിക്കണം ഓണം എന്നത്. അതായത് ഒരുമയുടെ സന്ദേശം എന്ന് പറയുമ്പോൾ സത്യം, സ്നേഹം, അഹിംസ, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം, അതുപോലെ തന്നെ ഈ യാഥാർത്ഥ്യങ്ങളും എല്ലാം ഒരുമയുടെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരുമയുടെ സന്ദേശത്തിൽ എത്തിച്ചേരുക എന്നതാണ് ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസത്തയായി ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിനുവേണ്ടി കുറച്ച് പോയിൻ്റുകൾ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, മനസ്സിൻ്റെ ഉള്ളിലുള്ള ശുദ്ധി. 2, ശാരീരികവും സാമ്പത്തികവുമായ വളർച്ചയുടെ ശുദ്ധി. 3, ആത്മീയ ശുദ്ധി. ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒരുമയുടെ ഓണം. അതായത് എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. എനിക്ക് മനസ്സുണ്ട്, നീ നന്മയുള്ളവനാകട്ടെ. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധീകരിക്കപ്പെട്ടവനാകട്ടെ. എനിക്ക് മനസ്സുണ്ട്, നീ ആധ്യാത്മികമായും ഭൗതികവുമായി വളരട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ അത് നമുക്ക് പ്രവൃത്തിയിലൂടെ ഉണ്ടായിരിക്കണം. ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത്, മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരുമയാണ് ഓണത്തിൻ്റെ സന്ദേശം. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കുകയാണ്, എനിക്ക് എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കണം. അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്താഗതി വരികയും, എന്നാൽ പുറത്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന വ്യക്തിയോട് പറയുകയാണ്, കുറച്ച് മുളക് പൊടി കൂടുതലിട്ടേക്ക്, അധികം പേര് ഭക്ഷണം കഴിക്കുകയില്ല, അത്രയും ചിലവ് കുറയുമല്ലോ. അത് ഒരുമയുടെ ഓണമല്ല. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ കുറേ ഫയലുകൾ നീങ്ങേണ്ടിയിരിക്കുന്നു. ഫയലുകൾ നീങ്ങുന്നതിന് വേണ്ടി ഉള്ളിൻ്റെ ഉള്ളിൽ പറയുകയാണ്, ഫയലുകളൊക്കെ പെട്ടെന്ന് നീക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കണം. എന്നാൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരോട് പറയുകയാണ്, ഫയലൊക്കെ പതുക്കെ നീക്കിയാൽ മതി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ പെട്ടെന്നൊന്നും ആ ഫയൽ നീങ്ങുകയില്ലല്ലോ. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന ചിന്തയൊന്നു വേറെ, പ്രവൃത്തിയുടെ ചിന്തയൊന്നു വേറെ. ഇത്തരത്തിൽ ഒരിക്കലും ഒരുമയുടെ ഓണത്തിലേക്ക് നമുക്ക് കടന്നു ചെയ്യുവാൻ കഴിയുകയില്ലെന്ന് വളരെ കൃത്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുപോലെ രണ്ടാമത്തേത് എന്താ ഞാൻ പറഞ്ഞത്, ശാരീരിക സാന്നിധ്യവും സാമ്പത്തിക വളർച്ചയും. ശാരീരിക സാന്നിധ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളെ ഓണത്തിന് വിളിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തയുണ്ട് ഓണത്തിന് വിളിക്കണമെന്ന്. എന്നാൽ അവരുടെ മാനസിക സാന്നിധ്യം അല്ലെങ്കിൽ ആത്മീയ സാന്നിധ്യം മതി, ശാരീരിക സാന്നിധ്യം നമുക്ക് വേണ്ട. അത് ഒരുമയുടെ ഓണമാവുകയില്ല. അടുത്തത് സാമ്പത്തിക വളർച്ച. കഠിനാധ്വാനത്തിലുണ്ടാകുന്ന പൈസ എപ്പോഴും നിലനിൽക്കുന്നതായിരിക്കും. കഠിനാധ്വാനത്തിലല്ലാതെ ഉണ്ടാക്കുന്ന പണം നമുക്ക് പണപ്പെരുപ്പത്തിന് കാരണമാകും, രാജ്യത്തിൻ്റെ നാശത്തിന് കാരണമാകും. എല്ലാവരും അധ്വാനിക്കുന്നവരാണെങ്കിൽ എത്രയോ നല്ലതാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഈ അധ്വാനിക്കുന്ന പൈസ നമ്മൾ പൊലിപ്പിച്ച് കൊണ്ടുവരികയും ചെയ്യണം. ഏറ്റവും നല്ലത് നമുക്ക് വിശ്വസ്തമായ സ്ഥാപനമായ LIC ഇരിക്കട്ടെ. LICയിലേക്ക് നമ്മൾ ഒരു പണം നിക്ഷേപിക്കുമ്പോൾ നമുക്ക് പ്രധാനമായി 2 കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒന്നാമത്, നമ്മുടെ പണം ഇരട്ടിയായിട്ട് ലഭിക്കും. അതിനപ്പുറത്ത് നമുക്ക് വെളിച്ചം പകർന്നു തന്നുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ല ഗൈഡ് ലൈൻ പകർന്നു വന്നുകൊണ്ട് നമ്മുടെ ഓരോ വ്യക്തികളുടെയും യഥാർത്ഥ സ്ഥാനത്ത് നമ്മൾ എത്തിച്ചേരുവാൻ സഹായിക്കുന്നതാണ് LIC. പണത്തോടൊപ്പം തന്നെ ആധ്യാത്മികമായി നമ്മളെ
ഒരു യഥാർത്ഥ സ്ഥാനത്തിലെത്തിക്കുവാൻ, ഓരോരുത്തരും അവകാശപ്പെട്ട സ്ഥാനത്തെത്തിക്കുവാൻ വെളിച്ചം പകർന്നുകൊണ്ട് നമ്മളെല്ലാം സഹായിക്കും. ഇതുപോലെ അനേകം ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. സ്നേഹമുള്ളവരെ, അതാണ് പ്രധാനപ്പെട്ട ശാരീരിക സാന്നിധ്യം, സാമ്പത്തിക സാന്നിധ്യം, അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ മനസ്സിൻ്റെ സാന്നിധ്യം. അടുത്തത് ആധ്യാത്മിക സാന്നിധ്യമാണ്. ഭാരതീയ തത്വശാസ്ത്രം അനുസരിച്ച്, ഹൈന്ദവ ആത്മീയ ചൈതന്യം അനുസരിച്ച് മോക്ഷത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും ഘട്ടങ്ങളിലൂടെ കടന്നു പോകാൻ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം മോക്ഷം. അതിന് ക്രൈസ്തവ ധീരതയനുസരിച്ച്, ക്രൈസ്തവ ചൈതന്യം അനുസരിച്ച് പറയുന്നത് എന്താണ്? നിത്യജീവനിലേക്കുള്ള വളർച്ച. അപ്പോൾ ആദ്യത്തെ വളർച്ചയിലൂടെ നമുക്ക് ഇതിലേക്ക് വളരണം, ഈ ആത്മീയ ചൈതന്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പറയുന്നത് 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, വളരെ ശ്രദ്ധിക്കണം. നിത്യജീവൻ നിന്നിൽ തന്നെയുണ്ട്. ക്രിസ്തു പറയുക എന്താ അതിൻ്റെ അർത്ഥം? നിത്യജീവൻ നിന്നിൽ തന്നെയുണ്ട് എന്നതിൻ്റെ അർത്ഥം എന്താ? അതായത് നിത്യമായി വസിക്കുന്ന ഒരു ജീവൻ നമ്മളിലുണ്ട്, അല്ലെങ്കിൽ ഒരു ജീവൻ നമ്മളിലുണ്ട്. ഈ ജീവനിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, ത്രിത്യേക ദൈവത്തെ നമ്മളിലേക്ക് തരും. ആദ്യം നമുക്ക് നിത്യജീവനിലുള്ള ചൈതന്യം, അതോടെ നിത്യജീവനിലെ ചൈതന്യം അല്ലെങ്കിൽ ജീവൻ വസിക്കുന്ന ഒരു ശരീരം, അതോടൊപ്പം തന്നെ നമുക്ക് നിത്യജീവനായ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടി നമുക്ക് തരുമ്പോൾ നമുക്ക് നിത്യജീവനായി തീരുകയാണ് ചെയ്യുന്നത്. അടുത്തത് 2 ജനനം. ഒന്ന് വചനത്താലും ആത്മാവിനാലും. വചനത്താൽ ജനിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സംരക്ഷണമാണ്. ഒരു വ്യക്തിയെ മറ്റെല്ലാ വാതിലുകൾ അടച്ചുകൊണ്ട് വചനമെന്ന ആ ജലം കൊടുത്തുകൊണ്ട് അവനെ വളർത്തുന്ന അവസ്ഥ, അതാണ് വചനത്താൽ ജനിക്കുന്നത്. പ്ലസ് പരിശുദ്ധാത്മാവിനാൽ. അങ്ങനെ വ്യക്തമായിട്ട് ജനിച്ച ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവനിലേക്ക് എന്ത് നൽകുന്നു? ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നൽകുന്നു. അപ്പോൾ അവൻ ഒരൊറ്റ ചിന്താഗതിയുടെ ഉടമയായിത്തീരുന്നു. നിത്യജീവനിലേക്ക് വ്യക്തമായി വസിക്കുന്ന ഒരു വ്യക്തിയായിത്തീരുന്നു. പലതരത്തിലുള്ള ഓടുന്ന വ്യക്തിയല്ല. അപ്പോൾ വചനത്താലും ആത്മാവിലും ജനിക്കുമ്പോൾ നിത്യജീവനിലേക്ക് അവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിയായിത്തീരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെയാണ്. മോക്ഷം എന്ന് പറഞ്ഞാലും നിത്യജീവൻ എന്ന് പറഞ്ഞാലും ആത്മാവിൻ്റെ കൂട്ടായ്മയാണ്. അപ്പോൾ അതിലേക്കുള്ളൊരു വളർച്ച കൂടിയാണ് ഓണം നമ്മളെ സൂചിപ്പിക്കുന്നത്, ഓണം നമ്മളെ വളർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നത്. ഈ അവസരത്തിൽ നമുക്കൊരു ഒത്തിരി പ്രശ്നം, ഇപ്പോൾ സിനിമാ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാകുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സിനിമയിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അവരെയൊക്കെ നമ്മൾ വെറുതെ വിടുക. കാരണം അനേകം പേരെ സഹായിക്കുന്നുണ്ട് അവരുടെ അധ്വാനത്തിലൂടെ ലഭിക്കുന്ന പൈസയിലൂടെ. അതോടൊപ്പം നമുക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന സിനിമകളുണ്ട്, നമുക്ക് ചിന്തകൾ നൽകുന്ന സിനിമകളുണ്ട്, നന്മയിലേക്ക് നയിക്കുന്ന സിനിമകളുണ്ട്. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുവാനുള്ള മനസ്സ് ഈ ഓണത്തിലുണ്ടാവട്ടെ, അവരുടെ തെറ്റുകൾക്ക്. അപ്പോൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട 2 കർമ്മങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. അതായത് ഒരു കാന്തം പറയുകയാണ്, ഇരുമ്പേ നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ. അത് മാത്രവുമല്ല, എനിക്കൊത്തിരി പണം ഉണ്ടാക്കണം. കാരണം ഞാൻ എന്നിലൂടെ കറണ്ട് കിടക്കുമ്പോൾ അത് നന്നായിട്ട് ഫാൻ കറങ്ങി ഒത്തിരി ഇലക്ട്രിസിറ്റി ചെലവഴിച്ചുകൊണ്ട് ഒത്തിരി പണം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറുകയാണ്. അതുകൊണ്ട് നീ എന്നിലേക്ക് എപ്പോഴും വരണം. പക്ഷെ ഒരു കാന്തം ഒരു കാര്യം ചിന്തിക്കാനുണ്ട്. ചില അടിയന്തര ഘട്ടങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ അങ്ങോട്ട് സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകണം. അതായത് സാമ്പത്തിക തലത്തിനപ്പുറത്തും സ്നേഹത്തിൻ്റെ തരത്തിലേക്ക് ചിന്തിക്കുവാൻ കാന്തത്തിനൊരു മനസ്സുണ്ടെങ്കിൽ അവിടെ ഒത്തിരി പ്രശ്നങ്ങൾ, പിടിച്ചുപറികൾ, അതുപോലെ തന്നെ ബലാത്സംഗങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നു. കാന്തത്തിൻ്റെ ആ കർക്കശ ബുദ്ധി മാറ്റിയാൽ, സ്നേഹത്തിൻ്റെ തലത്തിലൂടെ ചിന്തിച്ചാൽ ഒത്തിരി നന്മയിലേക്ക് കാന്തത്തിന് വളരാം. പണത്തിൻ്റെ ചിന്ത വിടുക. പണം ലഭിച്ചിരിക്കും, എങ്ങനെ അധ്വാനത്തിനനുസരിച്ച് സമ്മാനം കിട്ടും. രണ്ടാമത്തെ കാര്യം, പഞ്ചസാരയ്ക്ക് മധുരമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാ കടയിലെയും പഞ്ചസാര സ്വീകരിച്ചുകൊണ്ട് അത് രുചി അനുസരിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഞാൻ പഞ്ചസാരയുടെ ബിസിനസ്സിലേക്ക് നിന്നെ കൂട്ടുകൊള്ളുകയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്ന സന്ദർഭത്തിലേക്ക് നിന്നെ കൂട്ടുകയുള്ളൂ എന്ന് ഒരു വ്യക്തിയും പറയാൻ പാടില്ല, അല്ലെങ്കിൽ പഞ്ചസാര പറയാൻ പാടില്ല. അതായത് പഞ്ചസാരയ്ക്കെല്ലാം മധുരമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ കിട്ടിയ സംതൃപ്തി അടയണം. എല്ലാ പഞ്ചസാരയും എല്ലാ കടയിലും പഞ്ചസാര സ്വീകരിച്ചാൽ മാത്രമേ ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നെ കൂട്ടുകയുള്ളൂ, എൻ്റെ ബിസിനസ്സിൽ കൂട്ടുകയുള്ളൂ, എൻ്റെ സിനിമാ ലോകത്ത് കൂട്ടുകയുള്ളൂ, എൻ്റെ ജീവിതത്തെ പാർട്ട്ണർഷിപ്പായി കൂട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് തെറ്റായിപ്പോയി. അവിടെ അവർ ചിന്തിക്കണം, എല്ലാ പഞ്ചസാരയും സ്വീകരിക്കുവാൻ പോകുന്നതിന് പകരം അത് സ്നേഹത്തോടെ ചായയിലേക്ക് ആകുന്ന പഞ്ചസാരയെ കൂട്ടുവാനും ആ ഒരു കർക്കശ് ഉപേക്ഷിക്കണം. 2 കാര്യങ്ങൾ പറഞ്ഞ, കാന്തവും ഇരുമ്പും പഞ്ചസാര. ഇതേതാണെന്ന് സ്വയം മനസ്സിലാക്കുക. ആരെപ്പറ്റി പറഞ്ഞാണ് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ ഓണത്തിൽ ഒരുമയുടെ സന്ദേശത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം,
നിങ്ങൾ ആരൊക്കെ ശത്രുവായി കാണുന്നുണ്ടോ ആ ശത്രുവായിരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും നിങ്ങളെ വളർത്തിയവരും. അപ്പോൾ ശത്രുതാ മനോഭാവം മാറ്റിയാൽ മാത്രമേ നമുക്ക് ഒരുമയുടെ ഓണം, ഒരുമ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരുമയുടെ ഓണത്തെ ശാരീരിക സാന്നിധ്യത്തിലൂടെ സ്നേഹത്തിലൂടെ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഓണമായി ഈ ഓണത്തെ നമുക്ക് കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ. അത് വളരെ ശ്രദ്ധാപൂർവ്വം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ല നമുക്ക് കൊണ്ടുവരുവാൻ പറ്റുകയില്ലെന്ന് 100% ഉറപ്പാണ്. അപ്പോൾ എന്താണ് ഞാൻ പറയാം, ഉദാഹരണം പറയാൻ ശ്രദ്ധിക്കണം. കരിമ്പ് അത് അച്ചിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒറിജിനൽ സാധനമായ നീര്, സത്ത്, ജ്യൂസ് മാറി കരിമ്പ് ചണ്ടിയാവുന്നു. ഇതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ നന്മയുടെ ചൈതന്യം ഒരു വ്യക്തിയിലൂടെ സമ്പാദിക്കുമ്പോൾ അവസാനം നന്മയുടെ തലം വേറെ കിടക്കുന്നു, ജ്യൂസ് വേറെ കിടക്കുന്നു. ഇതിന് രണ്ടിലും ഇടയ്ക്ക് കിടക്കുന്ന കരിമ്പിൻ ചണ്ടിയാണ് നെഗറ്റീവ് എനർജി. ഈ നെഗറ്റീവ് എനർജി രണ്ടിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നത് കൊണ്ട് അതിനെ ശത്രുവായിട്ട് കാണുകയാണ് ആ കരിമ്പിനെ. കാരണം ഒരിക്കലും ഈ കരിമ്പ് ശത്രുവല്ല. അങ്ങനെയാണ് ശത്രുതാ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജിയെ, ഇപ്പോൾ ആ നെഗറ്റീവ് എനർജിയാണ് ഒരു വ്യക്തിയെ നമുക്ക് ശത്രുവായിട്ട് കാണുക. അപ്പോൾ ആ ശത്രുവാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി, അതുപോലെ നമ്മളെ വളർത്തിയ വ്യക്തി, നമ്മളെ മുന്നോട്ട് നയിച്ച വ്യക്തി എന്ന് മനസ്സിലാക്കേണ്ട സന്ദർഭമായിരിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു പോലും പറഞ്ഞത്, നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കുവിൻ, നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അത്ര വളരെ രഹസ്യം അറിഞ്ഞ സർവശക്തനായ ക്രിസ്തുവിന് അറിയാമായിരുന്നു, ദൈവത്തിന് അറിയാമായിരുന്നു ഈ മനോഭാവം മനസ്സിലുണ്ടാകണമെന്ന്. അതുപോലെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഓണ സന്ദേശമായിട്ട്. നമ്മളുടെ പരിയാരം മെഡിക്കൽ കോളേജ് ഇത് ഗവൺമെൻറ് ആശുപത്രിയാണ്. ആദ്യത്തെ പോലെയല്ല. അപ്പം ഒരു വീൽ ചെയർ ഉന്തുമ്പോൾ ആദ്യത്തെ പോലെ നീ തന്നെ ഉന്തണമെന്ന് അവരോട് പറയരുത്. ഒന്ന് കൈപിടിക്കാൻ തയ്യാറാകണം. ഒരു കൂട്ടായ്മയുടെ മെഡിക്കൽ കോളേജാണ്. രണ്ടാമത്തെ കാര്യം, ബാക്ക് ബോൺ ഓഫ് ദ വേൾഡ് ഹെൽത്ത് കെയർ ആണ് പരിയാരം മെഡിക്കൽ കോളേജിലെ സർവ്വ ആരോഗ്യ പ്രവർത്തകരും. കാരണം ഈ ലോകത്തിൻ്റെ തന്നെ നട്ടെല്ലാണ്. പ്രത്യേകിച്ച് ഡോക്ടർമാരെല്ലാവരെയും, സ്റ്റാഫ്മാർ നന്നായി വളരുന്നതിന് വേണ്ടി, സമൂഹം നന്നായി വളരുന്നതിന് വേണ്ടി, ജോലിക്കാർ നന്നായി വളരുന്നതിന് വേണ്ടി, അതുപോലെ നല്ല ഹെൽത്ത് കൊടുക്കുക എത്രയോ പരിശ്രമിക്കുന്ന നല്ല ഡോക്ടർമാരാണ് പരിയാരം മെഡിക്കൽ ഡോക്ടർമാർ. ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകുന്നു. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതായത് ഒരു പ്രാവശ്യം എൻ്റെ വയറിൽ കുറേ ഈ ചുണങ്ങ് വന്നു. അപ്പം ഞാൻ 1-2 മരുന്ന് തേച്ച് പോകുന്നില്ല. അവസാനം ഞാൻ അവിടെ നേരിട്ട് പോയിട്ട് സ്കിന്നിലെ ഒരു ഡോക്ടർ ഫിസിസാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ നല്ല മരുന്ന് വരുമ്പോൾ നിനക്ക് ഞാൻ തരാം ഫ്രീ ആയിട്ട്. എന്നാൽ മരുന്ന് വന്നില്ല. പക്ഷേ സാറ് അത് കണ്ടതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ പാട് അപ്രത്യക്ഷമായി മാറി, കാണുന്നില്ല ആ പാടുകൾ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അത്രത്തോളം തരത്തിലുള്ള ആത്മീയ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടീവ് കെയറുള്ള സ്പിരിച്വൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സപ്പോർട്ടീവ് കെയറുള്ള ട്രീറ്റ്മെൻറ്റ്, പ്രിവെൻറ്റീവ് കെയർ പരിയാരം മെഡിക്കൽ ഉണ്ട് എന്നുള്ള സത്യമാണ്. അത് ജീവിതാനുഭവമാണ്. അപ്പോൾ പലപ്പോഴും അതിനെ തരം താഴ്ത്തി പറയുന്നവരുണ്ട്. അപ്പോൾ അത്രത്തോളം നല്ലൊരു മെഡിക്കൽ കോളേജാണ് പരിയാരം. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നത് പോലെയാണ് എൻ്റെ മെഡിക്കൽ കോളേജിനെ സ്നേഹിച്ചതും എൻ്റെ രാജ്യത്തെ സ്നേഹിച്ചതും എല്ലാ ഈ എല്ലാ ജനങ്ങളെയും സ്നേഹിച്ചത്. അപ്പോൾ ജനങ്ങളാണ് നമ്മുടെ മൂലക്കല്ല്. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്ത് കാര്യത്തിനും തയ്യാറാണ് ഞാൻ. പലപ്പോഴും ഇന്ന് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി തിരുത്തി മുന്നോട്ട് പോവുക എന്ന ആഗ്രഹമുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോഴും ഈ ഓണം നമുക്ക് എന്താ, ഞാൻ പറഞ്ഞതുപോലെ മതത്തിനപ്പുറത്ത്, മതേതരത്വം എന്ന ചിന്തയിലൂടെ, രാഷ്ട്രീയത്തിനപ്പുറത്ത് ഞാൻ ആദ്യത്തെ പറഞ്ഞ ആശയങ്ങൾ, നല്ല ആശയങ്ങൾ പറഞ്ഞില്ല, ആശയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള മനസ്സിനെ പ്രവൃത്തിയിലോ കാണിച്ചാൽ മാത്രമേ അത് യഥാർത്ഥ ഒരുമയുടെ, മനസ്സിൻ്റെ ഒരുമയുടെ ഒരു ഓണമായി തീരുകയുള്ളൂ. അതിന് നമുക്ക് കഴിയണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് ഈ ഓണം പൂർത്തീകരിക്കുവാനും നല്ലൊരു ഓണമായി തീരുവാനും കഴിയും. അതുപോലെ തന്നെ ഓരോ മതവിഭാഗത്തിൽപ്പെട്ട നല്ല മനസ്സുകളെ 1-2 പോയിന്റ് എന്ന് പറഞ്ഞ് നിർത്തിയാണ്. ക്രൈസ്തവരിലാണ് ഏറ്റവും മതേതരത്വം നിറഞ്ഞിരിക്കുന്നത്. ഇതിനെ ഉൾക്കൊള്ളുന്നൊരു മനസ്സാണ് ക്രൈസ്തവർക്ക്. ആർക്കും പള്ളിയിൽ വരാം. പക്ഷേ അവർക്കുണ്ടാകേണ്ട ഒരു മനോഭാവമായ മറ്റുള്ളവരുടെ വളർച്ചയിലൊന്ന് കയറ്റിവിടാനുള്ള മനസ്സുണ്ടാകണം. അതുപോലെ മുസ്ലിം സഹോദരന്മാരിലുള്ള ദൈവവിശ്വാസവും കഠിന പ്രയത്നവും പരസ്പര സ്നേഹവും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അതെല്ലാം അവരുടെ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അതിനപ്പുറത്തായിട്ട് മാറ്റേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും നമ്മൾ അച്ഛന്മാർ ലോബയിടും, പക്ഷേ മുസ്ലിം സഹോദരിമാർക്ക് പർദ്ദയിടാം, പക്ഷേ ഒരു മുഖം മൂടി ഇടാറുണ്ട് മുഖത്തോട്ട്. അത് മാറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ സഹോദരിമാർക്ക് ഓപ്പണായിട്ട് ജീവിക്കാനുള്ള മനസ്സ് കിട്ടും. പർദ്ദ ഇടുന്നത് തെറ്റൊന്നുമില്ല, അതൊരു മതത്തിൻ്റെ അത് ഇഷ്ടമുള്ളത് ജീവിക്കാം. പക്ഷേ അതിൻ്റെ കൂടുതൽ മുഖം മൂടിയും കൂടി ഇടുന്ന, ആ മുഖം മൂടി ഒന്ന് മാറ്റിയാൽ നല്ലതാണ്. ചിന്തിച്ചു പോകുന്നത് തെറ്റായിട്ട് ക്ഷമിക്കണം എന്നോട്. ഞാൻ കുറച്ചും കൂടെ സ്വാതന്ത്ര്യം കടക്കുന്നതിന് വേണ്ടി അത്ര നല്ലവരാണ് മുസ്ലിം സഹോദരന്മാർ. അവരുടെ കണ്ടുപഠിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. അവർ ഒറ്റപ്പെട്ടല്ല കാര്യം ചെയ്യുന്നത്. ഒറ്റയ്ക്ക് അവർ കഠിന പ്രയത്നത്തിലൂടെ എന്ത് കാര്യം നേടിയെടുക്കും. മുസ്ലിം സഹോദരൻ ഒറ്റയ്ക്ക് പരിശ്രമിക്കും എന്തു കാര്യം. അതുകൊണ്ട് ചിലർക്ക് അവരോട് ഇച്ചിരി ശത്രുതാമനം അല്ലെങ്കിൽ ദേഷ്യമുള്ളതായി തോന്നിയിട്ടുണ്ട്, കുറച്ച് വെറുപ്പ്. കാരണം അവരുടെ പരിശ്രമത്തിന് അസൂയയാണത്.
അത്ര പരിശ്രമമുള്ള മുസ്ലിം സഹോദരന്മാർ. ഹൈന്ദവരുടെ മക്കളതിന് പറയേണ്ട ഒത്തിരി നന്മ. അവർ തത്വമസി, വസുദൈവ കുടുംബകം, ലോകമേ തറവാട്, അതായത് എല്ലാവരും ഉൾക്കൊള്ളുന്നൊരു ഹൈന്ദവ സംസ്കാരമാണ്. നല്ല ആത്മീയ ചൈതന്യം നിറഞ്ഞ ഹൈന്ദവ സംസ്കാരമാണ്. എല്ലാവരും സ്നേഹിക്കുന്നതാണ്. കർമ്മത്തിലൂടെ, പ്യൂരിറ്റിയിലൂടെ ഈശ്വരനെ കാണുവാനുള്ള വഴിയാണ്. അതെല്ലാം ഓണത്തിന് സന്ദേശമാണ്. ഈശ്വരനെ കാണാൻ മോക്ഷം നേടാനുള്ള വഴികളാണ്. കർമ്മത്തിൻ്റെ പ്യൂരിറ്റിയാണ് ഹൈന്ദവ സംസ്കാരം പ്രാധാന്യം കൊടുക്കുക. സത്യം തന്നെയാണ്. ഈശ്വരനെ കാണുന്നത് നമ്മൾ കർമ്മത്തിൻ്റെ പ്യൂരിറ്റിയിലൂടെയാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിച്ചുകൊണ്ട് എൻ്റെ കൊച്ചുവാകൾ നിർത്തുകയാണ്. എല്ലാവർക്കും ഓണത്തിൻ്റെ 1000 നന്മകൾ ചേർന്നുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിലെ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞ ഒരുമയുടെ ഒരു ഓണം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് തീർത്തുകൾ ഉണ്ടാക്കി നമുക്ക് നല്ല ഓണത്തിലേക്ക് കടക്കുവാൻ കഴിയട്ടെ. സർവശക്തി അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചുവാകൾ നിർത്തുന്നു. എല്ലാവർക്കും 1000 നന്ദി.